അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളി. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം ഒരു ചെറിയ വചനചിന്ത നിങ്ങളുമായിട്ട് പങ്കുവച്ച് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഓരോ വിശ്വാസിയും താൻ രക്ഷിക്കപ്പെടുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ പഴയ ജീവിതചര്യകളെ, പഴയ മനുഷ്യനെ അവർ ഉപേക്ഷിക്കുന്നു. നമ്മിൽ ഒരു പൂർണ്ണമായ മാനസാന്തരം വരുന്നതിന് മുൻപുള്ള നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നവരും ആസ്വദിക്കുന്നവരുമായിരിക്കും. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന ആ നിമിഷം മുതൽ ആ വ്യക്തി ഒരു പുതിയ സൃഷ്ടിയായിത്തീരും. എന്നാലും ആ പഴയ മനുഷ്യൻ്റെ പല സ്വഭാവങ്ങളും പല സ്വാധീനങ്ങളും അറിഞ്ഞും അറിയാതെയുമൊക്കെ നമ്മിൽ പലപ്പോഴും ബാക്കിയുണ്ടാവും. അത് ഓരോ മനുഷ്യരിലും വ്യത്യസ്തമായ അളവുകളിലായിരിക്കും. പഴയ മനുഷ്യൻ എപ്പോഴൊക്കെ നമ്മിൽ വെളിപ്പെട്ടു വരുന്നുവെന്നുള്ള ബോധ്യം നമ്മുടെ അകത്തുണ്ടാകുന്നോ അപ്പോൾ തന്നെ അതിനെ കീഴ്പ്പെടുത്തുവാൻ നമ്മൾ നല്ലതുപോലെ പരിശ്രമിക്കണം. അല്ലെങ്കിൽ അത് പിന്നത്തേതിൽ നമ്മളെ കീഴ്പ്പെടുത്തും. പണ്ടൊക്കെ നമ്മുടെ പറമ്പ് കിളച്ച് മറിച്ച് പുല്ലുകളൊക്കെ നീക്കം ചെയ്യുന്ന ഒരു രീതിയാണ് നാട്ടിൻപുറത്തൊക്കെ പൊതുവിൽ ചെയ്തു വന്നിരുന്നത്. എന്നാൽ കാലം മാറിയതോടെ ജോലിക്കാരെ കിട്ടാതെയായി, അതുപോലെ തന്നെ കൂലി വളരെയധികം വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ പുല്ല് വെട്ടുന്ന മെഷീനുകൾ ധാരാളമായിട്ട് വന്നു. അത് വളരെ നല്ലതാണ്, കാരണം വേഗത്തിൽ കാട് വെട്ടിക്കളയാനൊക്കെ അത് നമ്മളെ സഹായിക്കും. എന്നാൽ അതിന് മറ്റൊരു കുഴപ്പമുണ്ട്. മെഷീൻ ഉപയോഗിച്ച് വെട്ടുന്ന ചെടികളുടെ മുകൾ ഭാഗത്തെ ഇലകൾ മാത്രം നഷ്ടപ്പെടും. അതിൻ്റെ വേരിന് യാതൊരു കുഴപ്പവും സംഭവിക്കത്തില്ല. അത് മണ്ണിൻ്റെ അടിയിൽ വളരെ സുരക്ഷിതമായി തന്നെ ഇരിക്കും. ചെറിയ ഒരു മഴ പെയ്യുമ്പോൾ അത് വളരെ പെട്ടെന്ന് ശക്തിയോടെ വീണ്ടും കിളിർത്തു വരും. മുൻപുണ്ടായിരുന്നതിലും അധികം ശക്തമായിട്ടായിരിക്കും അത് പലപ്പോഴും കിളിർത്തു വരുന്നത്. ഇത് എൻ്റെ ഭവനത്തിൽ കണ്ടുവരുന്ന ഒരു സത്യാവസ്ഥയാണ്. പലപ്പോഴും ഇതുപോലെയാണ് പഴയ മനുഷ്യനെ നമ്മൾ ഉപേക്ഷിക്കുന്നത്. ഉപരിതലത്തിലുള്ള ഒരു മാറ്റമായിരിക്കും പലരിലും സംഭവിക്കുന്നത്. എന്നാൽ സാഹചര്യങ്ങൾ അനുകൂലമായി വരുമ്പോൾ ആ പഴയ മനുഷ്യൻ വീണ്ടും പുറത്തേക്ക് വരും. പഴയതിനെ പൂർണ്ണമായി നമ്മൾ ഉപേക്ഷിച്ചേ മതിയാകും. ഒരിക്കലൊരു സംഭവം ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു ഫ്ലൈറ്റിൽ തൊട്ടടുത്തിരുന്ന യാത്രക്കാരൻ ഷൂസ് ഊരിയപ്പോൾ സോക്സിൽ നിന്നുള്ള ദുർഗന്ധം അവിടെ ആകെ വ്യാപരിച്ചു. തൊട്ടടുത്തിരുന്ന യാത്രക്കാരൻ എയർ ഹോസ്റ്റസിനോട് തനിക്ക് ഈ ദുർഗന്ധം സഹിക്കാൻ സാധിക്കുന്നില്ല എന്ന പരാതി അറിയിച്ചു. ഉടനെ ആ എയർ ഹോസ്റ്റസ് വന്ന് ആ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങളുടെ ഈ സോക്സ് എത്രയും പെട്ടെന്ന് വാഷ്റൂമിൽ പോയി ഊരിക്കളയുക. ആ മനുഷ്യൻ വാഷ്റൂമിൽ പോയി മടങ്ങി വന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ ആകെ ദുർഗന്ധം പരക്കുവാനായി തുടങ്ങി. അടുത്തിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ കാലിൽ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ ഇപ്പോൾ സോക്സ് ഇല്ല. പിന്നെ എവിടെ നിന്നാണ് ഈ ദുർഗന്ധം? എയർ ഹോസ്റ്റസ് വന്ന് ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ ഊരിയ സോക്സ് എവിടെയാണ് വെച്ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അതെൻ്റെ പോക്കറ്റിൽ വളരെ സുരക്ഷിതമായിട്ടുണ്ട്. പലപ്പോഴും പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ ധരിക്കാതെ നമ്മുടെ ജീവിതത്തിലെ പല വിഷയങ്ങൾക്കും ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. ഈ സോക്സ് ഊരി പോക്കറ്റ് വെച്ച മനുഷ്യനെ പോലെ ആ പഴയ സ്വഭാവത്തെ നമ്മൾ എവിടെയോ ഒളിപ്പിച്ച് കൊണ്ടു നടന്നാൽ അത് എന്നെങ്കിലും ഒരു ദിവസം പൂർണ്ണമായി പുറത്തു വരും. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളി. അതെ, യേശു ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പുതിയ വ്യക്തിത്വമായി തീരുവാൻ സർവശക്തനായ കർത്താവ്
നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പഴയ മനുഷ്യനെ പൂർണ്ണമായി ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ യേശു ആഗ്രഹിക്കുന്ന പോലെയുള്ള, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളെ എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും നിറയ്ക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.